സുവിശേഷങ്ങൾ നാം പഠിക്കുമ്പോൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒന്നാണ് എൻ്റെ പുറകിൽ ഈ കാണുന്നത്. ദൂരോട്ട് നോക്കിയാൽ പടകുകൾ അനേകമുണ്ട്. നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ പറ്റി ചിന്തിക്കുമ്പോൾ പലപ്പോഴും കർത്താവ് ഈ പടകുകളിൽ നിറയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതായത് പത്രോസിൻ്റെ പടകിനെ കർത്താവ് നിറച്ചു. അതുപോലെ തന്നെ കർത്താവ് പടകിൽ കയറിയിരുന്ന് സുവിശേഷം പങ്കുവെക്കുന്നതായിട്ട് നാം കാണുന്നു. അപ്പോൾ പടക് എപ്പോഴും ഒരു ആശീർവാദത്തെ, ഒരു അനുഗ്രഹത്തെ കാണിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതിനകത്ത് പലപ്പോഴും അനുഗ്രഹം വന്ന് നിറയാറുണ്ട്. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഭാഗവാക്കായി പടകുകൾ തീരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ പടക് പോലെയാണ് നാം. കർത്താവിൻ്റെ സുവിശേഷീകരണത്തിന്, കർത്താവിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന്, പങ്കുവെക്കുന്നത് നാം അതിനൊരു പാത്രമായിട്ട് തീരേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ സുവിശേഷീകരണത്തിന് നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം നമ്മെ തന്നെ ഒരുക്കുമ്പോൾ, ഒന്ന് തീർച്ചയായിട്ടും പറയാം, പത്രോസിൻ്റെ പടകിനെ നിറച്ച ദൈവം നമ്മളുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ ജീവിതമാകുന്ന, നമ്മുടെ ക്രിസ്തീയ ജീവിതമാകുന്ന പടകിനെയും അവൻ നിറയ്ക്കുക തന്നെ ചെയ്യും. സുവിശേഷ വേലയിൽ ഇറങ്ങിയ ആരും ലജ്ജിതരായി തീരേണ്ടതായി ഇതുവരെ വന്നിട്ടില്ല. കാരണം പടക് നിറയ്ക്കുന്ന ഒരുവനാണ് അവരെ ശുശ്രൂഷയിലേക്ക് ഇറക്കിയത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ആഴത്തിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, പത്രോസിന്റെ പടകിനെ നിറച്ച ദൈവം എൻ്റെ ജീവിതത്തിലും ഒരു നിറവിൻ്റെ അവസ്ഥ നൽകുവാൻ, ഒരു അനുഭവം നൽകുവാൻ മതിയായ ദൈവമാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.